നന്നായി പഠിക്കുക, ശേഷം പഠനത്തിനനുസരിച്ച് ഒരു ജോലി വാങ്ങുക, ആ ജോലി കൊണ്ട് ജീവിതകാലം മുഴുവൻ ജീവിച്ചു തീർക്കുക. ഇതുവരെ എല്ലാവരും ഫോളോ ചെയ്ത് വന്നിരുന്ന ഒരു രീതി ഇതാവും അല്ലേ? പക്ഷെ ഇതാ ജനറേഷൻ മാറുകയാണ്, ചിന്താഗതികൾ മാറുകയാണ്. ഈ 9 to 5 ജോലിയോടുള്ള ആൾക്കാരുടെ താല്പര്യം കുറഞ്ഞിരിക്കുകയാണ്. ആർക്കെങ്കിലുമൊക്കെ കീഴിൽ നിന്ന് അവർക്ക് വേണ്ടി ജോലി ചെയ്യുന്നതിനുമപ്പുറം സ്വന്തമായി തീരുമാനങ്ങളെടുത്ത് സ്വന്തം ഐഡിയയിൽ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുക എന്ന ചിന്തയിലേക്ക് പുതിയ തലമുറ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മാറുന്നവർക്ക് ഉദാഹരണമായി ഒരാളെ ചൂണ്ടിക്കാണിക്കാം. സ്വന്തം ചിന്തയിലൂടെ, സ്വന്തം കഴിവിലൂടെ വളർന്നു വന്ന ഒരു സംരംഭകയെ പരിചയപ്പെടുത്താം. വാടക വീട്ടിലെ ചെറിയൊരു അടുക്കളയിൽ നിന്ന് 2 പൊതിച്ചോറിൽ തുടങ്ങിയ സംരംഭം 7 വർഷങ്ങൾക്കിപ്പുറം തിരുവനന്തപുരത്ത് എമ്മി സ്പോട്ടിലെ ബിരിയാണിക്ക് ആരാധകരേറെയാണ്. ഉയർന്ന ജോലിയും വിദേശ ജോലിയും പോലും വേണ്ടെന്ന് വെച്ച് സ്വപ്നങ്ങൾക്ക് പിന്നാലെ പായുന്ന യുവതലമുറ മാതൃകയാക്കണം നാജിയയെ. നമുക്ക് നമ്മുടേതായിട്ടൊരു സ്പെഷ്യൽ മസാലക്കൂട്ടുണ്ട്. ആ മസാലക്കൂട്ടാണ് നമ്മുടെ ബിരിയാണിയുടെ ഒരു ടേസ്റ്റ് മേക്കർ. നമ്മുടെ ഒരു മോട്ടോ തന്നെ വളരെ ലിമിറ്റഡ് മെനു, അത് ഏറ്റവും ബെസ്റ്റായിട്ട് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുക എന്നതാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്നത് മഹാരാജ ബിരിയാണിക്കാണ്. അതിനോടൊപ്പം തന്നെ ഹരിയാലി, കൊയിലോൺ എന്ന് പറയുന്ന 2 വെറൈറ്റീസും കൂടിയുണ്ട്. മറ്റൊരാൾക്ക് കീഴിൽ ജോലി ചെയ്യാതെ തന്റെ ബ്രാൻഡും തന്നെയും വളർത്തിയെടുക്കുക എന്ന നജിയയുടെ ഏറെ നാളത്തെ സ്വപ്നം തന്നെയാണ് ഈ വിജയത്തിന് പിന്നിൽ. നമ്മുടെ ഡേറ്റ്സ് ലെമൺ പിക്കിളാണ് വരുന്നത്. ഇതിന് ഒരു സെപ്പറേറ്റ് ഫാൻ ബേസ് ഒക്കെയാണ് ഞങ്ങൾക്ക്. ഇത് ഞങ്ങളുടെ ഡ്രൈ ഫ്രൂട്ട് പിക്കിളാണ് വരുന്നത്. ഇത് നമുക്ക് ട്രിവാൻഡ്രത്ത് മാത്രമല്ല, കേരളത്തിലെ എല്ലാ ഭാഗത്തേക്കും നമ്മൾ കൊറിയർ ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ ഫുഡാണല്ലോ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം നമ്മൾ കൊടുക്കുന്ന ആഹാരം നല്ല ക്വാളിറ്റിയാണ്, നല്ല ടേസ്റ്റ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി മൗത്ത് പബ്ലിസിറ്റി വരും. ഇതിപ്പോൾ 7ാമത്തെ വർഷത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഓരോ വർഷം കഴിയുന്തോറും കഴിഞ്ഞ വർഷത്തിനേക്കാൾ കൂടുതൽ ടേൺ ഓവർ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. സ്വന്തമായ ഒരു സ്റ്റാർട്ടപ്പ് എന്ന മോഹം ഉള്ളിൽ കൊണ്ട് നടക്കുന്നവരോട് നജിയയ്ക്ക് ചിലത് പറയാനുണ്ട്. ഇപ്പോൾ ബിസിനസ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നൊരു വ്യക്തമായ പ്ലാൻ ഉണ്ടാക്കുക. ഈ പ്ലാനും കരുതി ഇങ്ങനെ വർഷങ്ങളോളം കാത്തിരിക്കരുത്. വൺസ് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇറങ്ങി പുറപ്പെടുക. ഒരുപാട് തവണ തളർന്നു വീഴാം, പക്ഷെ അവിടെ നിന്ന് തളർന്നു പോകരുത്. നമ്മുടെ ഡ്രീംസ് എത്ര വലുതാണോ അത്രത്തോളം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ എത്ര വീണാലും എണ്ണിക്കുക, പൊടിയും തട്ടി മുന്നോട്ട് പോവുക. കയ്യിൽ നല്ല ഒരു ആശയവും അതിനുവേണ്ടി പ്രവർത്തിക്കാനുള്ള മനസ്സും നിങ്ങൾക്കുണ്ടെങ്കിൽ വിജയം നിങ്ങൾക്കൊപ്പമുണ്ടാവുമെന്ന് പറഞ്ഞു തരികയാണ് നജിയ. നജിയെ പോലെ സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ ആഗ്രഹമുള്ള ഒരുപാട് ആളുകളുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് ഇതൊരു ഉദാഹരണമാകട്ടെ, അല്ലെങ്കിൽ ഒരു ഇൻസ്പിറേഷൻ ആവട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. ക്യാമറാമാൻ ശ്യാമിനൊപ്പം ഇന്ദുലേഖ രേണു, മാതൃഭൂമി ന്യൂസ്.